വഞ്ചിക അവിടെ നിൽക്കാൻ. എന്റെ പുറകെ വരരുത്, എന്റെ പുറകെ വരരുതെന്നാ പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. അതെന്ത് വർത്താനാ പറയുന്നത്? നിന്നെ കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ നിന്റെ പുറകെ നടന്നിട്ടുള്ളൂ. ഇപ്പോഴും പുറകെ തന്നെ നടക്കുന്നത്. അതിന്റെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്റെ പുറകെ നടക്കണ്ട. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല. കല്യാണം കഴിച്ച് മൂത്ത ചെറുക്കൻ +2 പഠിക്കുക, ഇളയവൻ 8ാം ക്ലാസ്സിലുമായി. അപ്പോഴാ അവള് പറയുന്നത് എന്നെ ഇപ്പൊ ഇഷ്ടമല്ലെന്ന്. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. എന്തോ മനസ്സിലായി, ഒന്നും മനസ്സിലാകാതെ അവിടെ ഇരിക്കുക. സംഭവം മനസ്സിലാകാൻ പോകുന്ന കാര്യം പുറകെ വരുന്നേ ഉള്ളൂ. 2 ആഴ്ചയായിട്ട് ഇവക്ക് ഒരേ ആഗ്രഹം, കാഴ്ച ബംഗ്ലാവിൽ വന്ന് ചിമ്പാൻസിയെ കാണണമെന്ന്. ഞാൻ പറഞ്ഞു, ഈ കാശില്ലാത്ത സമയത്ത് വെറുതെ കാഴ്ച ബംഗ്ലാവിൽ വന്ന് ചിമ്പാൻസിയെ കാണുന്ന എന്തിനാണ്? നീ നിന്റെ വീട്ടിൽ പോയിട്ടൊന്ന് വരാൻ പറഞ്ഞു. ഉടനെ ഇവള് പറയുവാണ്, എന്റെ അച്ഛനെ ചിമ്പാൻസി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറുമെന്ന്. നിങ്ങൾ പറ, ഞാൻ പറഞ്ഞതിനൊക്കെ ഇവിടെ അച്ഛനെ ഞാൻ എവിടെയാണ് ചിമ്പാൻസി എന്ന് വിളിച്ചത്? എന്തോ മനസ്സിലായെന്ന്. എന്താ മനസ്സിലായെന്നാ? നിങ്ങൾ എന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി നിങ്ങൾ എന്റെ അച്ഛനെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. എടി, നിന്റെ അച്ഛനെ ഞാൻ ചിമ്പാൻസി എന്ന് വിളിച്ചിട്ടില്ല. വീട്ടിൽ പോയിട്ട് വരാനല്ലേ പറഞ്ഞത്. കാഴ്ച ബംഗ്ലാവിൽ പോകാൻ കാശില്ലെന്ന് പറഞ്ഞു. സംഭവം ഉള്ളതാ. പണിക്ക് പോയിട്ട് കുറെ നാളായി. നിന്റെ കൈ കിടക്കുന്ന 2 പവന്റെ വള ഊരിത്തന്നാ അതുകൊണ്ട് പണയം വെച്ചോ വിറ്റോ നമുക്ക് കാഴ്ച ബംഗ്ലാവിൽ പോയിട്ട് അടിച്ച് പൊളിച്ച് വരാന്ന് പറഞ്ഞു. ഉടനെ ഇവൾ എന്റെ അടുത്ത് പറയുവാണ്, അച്ഛൻ തന്ന വളയാ, അത് ഊരുന്ന പ്രശ്നമേ ഇല്ലെന്ന്. ഇവിടെ വന്ന ആ വളയുടെ പേരും പറഞ്ഞ് 1ഉം 2ഉം പറഞ്ഞ് വഴക്കുണ്ടാക്കി. അതിന് ഇവൾ എന്താ ചെയ്തതെന്നറിയാവോ? കയ്യിൽ കിടന്ന 2 പവന്റെ വള ഊരി ആ സിംഹത്തിന്റെ കൂട്ടിലെറിഞ്ഞ് കൊടുത്തേക്കാണ്. ഇനി അത് എങ്ങനെ തിരിച്ചെടുക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചോ. സിംഹത്തിന്റെ കൂട്ടിൽ കൊണ്ടിരുന്ന തന്നെ നല്ലത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞോണ്ടല്ലോ, ഇങ്ങനെ അങ്ങനെ കൊണ്ടുപോയി കളഞ്ഞ് കള്ളു കുടിച്ച് എല്ലാം കൊണ്ട് വെറുതെ കളയും. അതുകൊണ്ടാണ് ഞാൻ സിംഹത്തിന്റെ കൂട്ടി കൊണ്ടിട്ട് അവിടെ കിടക്കട്ടെ. വളയെടുത്ത് സിംഹത്തിന്റെ കൂട്ടിലിറങ്ങിട്ട് എന്റെ അടുത്ത് സംസാരിക്കാൻ വന്ന ഒറ്റ പെരുക്ക് ഞാൻ വെച്ചേരും. സ്ത്രീ സുരക്ഷ, പിങ്ക് പോലീസ്, പിങ്ക് പോലീസ്, വനിതാ കമ്മീഷൻ എല്ലാം ഇവരുടെ കൂടെ. എന്താ ഉള്ളത്? നമുക്കുള്ളത് പുരുഷ സഹായ സംഘം. അതിൽ നിന്ന് എനിക്ക് ഇതുവരെ ഒരു സഹായവും കിട്ടിയിട്ടില്ല. എന്തൊരു കഷ്ടമാണെന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ കല്യാണം കഴിച്ചു വിട്ടപ്പോ എന്റെ അച്ഛനുണ്ടല്ലോ 10 പവൻ കൊടുത്തിട്ടാ ഇങ്ങാരോടെ കെട്ടിച്ചു വിട്ടത്. അതിനകത്ത് 5 പവൻ ഇങ്ങനെ കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് കളഞ്ഞ്. പിന്നുണ്ട് ബാക്കിയുള്ളത് 2 പവനാ. അതാണ് എന്റെ കൈ കിടന്ന്. അത് ഊരി ഞാൻ സുഖത്തിന്റെ അകത്ത് അവിടെ ഇതിനകത്ത് കൊണ്ടിട്ട് കൊടുക്കുകയും ചെയ്തു. ബാക്കി 3 പവൻ എവിടെ? ബാക്കി മറ്റേ വരവല്ലായിരുന്നു. അപ്പൊ നിന്റെ അച്ഛൻ ആ വരയം ഭാർഗവൻ എന്നെ വരവ് തന്ന് പറ്റിക്കായിരുന്നല്ലേ? അല്ലെ തന്നെ നിങ്ങൾക്ക് എന്തോ ഉണ്ടായിരുന്നു യോഗ്യത. ഇങ്ങാരുണ്ടല്ലോ, എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അച്ഛനോട് പറയാ, ഇങ്ങനെ ഹെലികോപ്റ്ററിലെ പൈലറ്റ് ആണ്. എന്റെ ദൈവമേ, ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. നിന്റെ അച്ഛൻ എന്റെ അടുത്ത് ചോദിച്ചു എന്താ ജോലിയെന്ന്. ഞാൻ പറഞ്ഞ് ഹരിപ്പാട് പൈപ്പ് ലൈൻ വെട്ടുന്ന ജോലിയാണ്. ഇവിടെ അച്ഛൻ കേട്ടത് ഹെലികോപ്റ്ററിലെ പൈലറ്റ് ആണ്. പിന്നെ ഈ പ്രായമായ മനുഷ്യനല്ലേന്ന് വിചാരിച്ച് ഞാൻ അയാൾക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് നിന്ന് കൊടുത്തതാണ്. അതിപ്പോ എന്റെ തെറ്റാണോടി? എന്റെ അച്ഛനുണ്ടല്ലോ എന്നെ കഷ്ടപ്പെട്ട വളർത്തി, അറിയാവോ? ചിരിപ്പിക്കാതെ പോവി വഞ്ചിക. എന്താ? ഇവരുടെ വീട്ടിൽ കഷ്ടപ്പെടുന്ന ഒരേ ഒരാള് ഇവരുടെ പശുവാ. അത് പട്ടിണി കിടന്നിട്ടാണെങ്കിലും പാല് കൊടുക്കുന്നതുകൊണ്ടാ ഇവരുടെ അച്ഛൻ 3 നേരം പാലെങ്കിലും കുടിച്ച് ജീവിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ആ വീട്ടിലെ റേഷൻ കാർഡിനകത്ത് ഗ്രഹനാഥ എന്നുള്ള പേരിന്റെ സ്ഥാനത്ത് അമ്മണി പശു എന്നാ എഴുതി വെച്ചേക്കുന്നത്.